എന്നിൽ കണ്ട ഒരു നെഗറ്റീവ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഡബിങ്ങിൽ തന്നെയാണ്. കുറേയൊക്കെ മെച്ചപ്പെടുത്താനുണ്ട് എനിക്ക് അത് കണ്ടിട്ട്. ചില സീനൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ട് കണക്ക് പോലെ പറഞ്ഞത്, കുറച്ച് സ്മൂത്തായിട്ട് ആ ഒരു ഫ്ലോയിലൊക്കെ പറയുന്ന പോലെ അങ്ങനെ ചെയ്യണമായിരുന്നു. ആ ഒരു ഗാംഭീര്യം ചിലപ്പോൾ കട്ടിക്ക് സൗണ്ടിന് കട്ടി ഉണ്ടായിരിക്കാം, പക്ഷേ ചിലതൊക്കെ ആ ഒരു പെട്ടെന്ന് എടുത്തിട്ട് കണക്ക് എനിക്ക് തോന്നിയത് പലതും. കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ആ സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ സ്മൂത്ത്നെസ് ഇല്ലേ, അതെനിക്ക് ആ സിറ്റുവേഷനിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സ്മൂത്ത്നെസ് വരണമല്ലോ, അതെനിക്ക് അവിടെ വന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ഫ്ലോ ഇല്ലാതെ പോലെ ഫീൽ ചെയ്തു എനിക്ക്. എപ്പോഴെങ്കിലും നമുക്കൊരു ഭാഗ്യം കിട്ടുകയാണ്, തിലകൻ സാറിന്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടുകയാണെങ്കിൽ അത് പണ്ടും മാർക്കോയിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ മനസ്സിലാച്ചു ഗോഡ് ഫാദറിന്റെ ഒരു അതിൻ്റെതായ രീതി വിടുന്നതാണ് നല്ലത്. കാരണം ആ പടം അതിൻ്റെതായ രീതിയിൽ അടിപൊളി പടമാണ്. ബട്ട് സ്റ്റിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഗോഡ് ഫാദറിലെ ആ മക്കളുടെ ഒരു ചെറുപ്പകാലം ചെയ്യണം എന്നെനിക്ക്, ഞാൻ പലപ്പോഴും ഇതിൻ്റെ ചെറുപ്പകാലം, അച്ഛൻ്റെ ചെറുപ്പകാലം ഞാൻ ചെയ്യണം, ബാക്കിയുള്ളവർക്ക് അവരുടേതായിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് മനസ്സിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു സംഭവമാണ്.